ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്, ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, വൈപ്പർ ലൂപെക്സ് ആൻഡ് ആർട്ടമിസ് അക്കോർഡ്, മാർബർഗ് വൈറസ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 2022-23 വർഷത്തേക്കുള്ള ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണോ ഡിക്ലൈൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി സോഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഓർഗനൈസ്ഡ് മാനുഫാക്ചറിങ് സെക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഐഡിയ, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോളേജ് തരുന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. അപ്പോൾ ബേസിക്കലി ഇന്ത്യയിൽ 10 വർക്കേഴ്സോ അതിൽ കൂടുതലോ ജോലിക്കാരുള്ള ഫാക്ടറീസ്, അതുപോലെ തന്നെ അത് പവർ യൂട്ടിലൈസ് ചെയ്യുന്ന ഫാക്ടറീസ് ആണെങ്കിൽ, ഇനി പവർ യൂട്ടിലൈസ് ചെയ്യാത്ത ഫാക്ടറീസ് ആണെങ്കിൽ 20 അതിൽ കൂടുതലോ ജോലിക്കാരുള്ള ഫാക്ടറീസ്. അപ്പോൾ ഇതാണ് ഈ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിനകത്ത് ഈ പറയുന്ന സർവേക്കകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 വർക്കേഴ്സോ അതിൽ കൂടുതലുള്ള പവർ യൂസ് ചെയ്യുന്ന എല്ലാ ഫാക്ടറീസിന്റെയും ഔട്ട്പുട്ടും അല്ലെങ്കിൽ പ്രവർത്തനവും ഈ പറയുന്ന ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർഷാവർഷമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ 1959 തൊട്ട് ഈ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ടിന്റെ കീഴിലാണ് ഇതിന്റെ ഡാറ്റ കളക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് രജിസ്റ്റേർഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ കോൺട്രിബ്യൂഷൻസിന്റെ എസ്റ്റിമേഷന്, ഓക്കെ, അതുപോലെ തന്നെ അത് എത്രത്തോളം ഇന്ത്യയിലെ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി ഈ സർവേയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 ആസ്ട്രോനട്സിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സ്പേസ് എക്സ് അവരുടെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ലോഞ്ച് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഈ പറയുന്ന ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 14 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രാഗൺ സ്പേസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രൈവറ്റ് സ്പേസ് കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റീയൂസബിൾ സ്പേസ് ക്രാഫ്റ്റ് ആണ്. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ലോ എർത്ത് ഓർബിറ്റിലേക്കൊക്കെ മനുഷ്യരെയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കാർഗോ ഒക്കെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റീയൂസബിൾ സ്പേസ് ക്രാഫ്റ്റ് ആണത്. അപ്പോൾ ഇതിനകത്ത് ഡ്രാഗൺ 1, ഡ്രാഗൺ 2 എന്നൊക്കെ പറയുന്ന വേർഷൻസ് ഇതിനുണ്ട്. ഇതിലുള്ള ചില സ്പേസ് ക്രാഫ്റ്റുകളെ ക്രൂ ഡ്രാഗൺ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ആളുകളെ ക്യാരി ചെയ്യുന്ന കേസിലാണെങ്കിൽ 7 പാസഞ്ചേഴ്സിന് വരെ സൈമൾട്ടേനിയസ്ലി ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആണ് ഇതിന്റെ ചില വേർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇവർക്ക് 2020 തൊട്ട് നാസയുമായിട്ട് ചില എഗ്രിമെന്റുകൾ നിലവിലുള്ളതുകൊണ്ട് തന്നെ നാസയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആളുകളെ എത്തിക്കുന്നത് ഈ പറയുന്ന ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സിന്റെ തന്നെ ഫാൽക്കൺ 9 ലിഫ്റ്റ് റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം നിലവിൽ ഈ പറയുന്ന ഭൂമിയിലേക്ക് തിരിച്ച് വലിയ രീതിയിൽ കാർഗോ കൊണ്ടുവരാൻ കേപ്പബിൾ ആയിട്ടുള്ള നിലവിൽ ഫ്ലൈ ചെയ്യുന്ന ഒരേ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഇതൊരു ഫാമിലി ഓഫ് സ്പേസ് ക്രാഫ്റ്റ്സ് ആണ് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഇതിനകത്ത് ഡ്രാഗൺ 1, ഡ്രാഗൺ 2 എന്നൊക്കെ പറയുന്ന വേർഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യനെ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ള, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് ക്രാഫ്റ്റും കൂടിയാണ് ഈ ഡ്രാഗൺ അല്ലെങ്കിൽ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിച്ചതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 19 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിലേക്ക് വരുന്ന പണവും ആ രാജ്യത്തിൽ നിന്ന് പോകുന്ന പണവും തമ്മിൽ ഉള്ള ഡിഫറൻസ്, അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്നും നെഗറ്റീവ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നുമാണ് വിളിക്കുക.
അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കണക്കാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വരുന്ന പണവും പോകുന്ന പണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്കാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ട്രേഡ് ഗ്യാപ്പ് ആണ്. ട്രേഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ്. ഓക്കെ, അപ്പോൾ ട്രേഡ് സർപ്ലസോ അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റോ ആയിരിക്കും വരിക. അതേ പ്ലസ് നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള വിദേശികളായിട്ടുള്ള ആളുകൾ മേക്ക് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ് നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ തിരിച്ച് ഇന്ത്യ പുറത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതും സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം. ഓക്കെ, മൂന്നാമത്തത് നെറ്റ് ഇൻകം അബ്രോഡ് ആണ്. നെറ്റ് ഇൻകം അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബേസിക്കലി റെമിറ്റൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികളായിട്ടുള്ള ആളുകൾ അവരുടെ നാട്ടിലേക്ക് പണം അയക്കും, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നുണ്ടാവും. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ 3 അക്കൗണ്ടുകളും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്നും, നെഗറ്റീവ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഇന്ത്യക്ക് ജനറലി ഇന്ത്യയുടെ കേസിൽ ഉണ്ടാവാറുള്ളത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് 3 സ്പേസ് മിഷൻസിനെ കുറിച്ചാണ്. ഒന്ന് വൈപ്പർ എന്ന് പറയുന്ന ഒരു റോവർ വെഹിക്കിളിനെ കുറിച്ചാണ്. രണ്ടാമത്തത് ലൂപ്പെക്സ് മിഷനാണ്. മൂന്നാമത്തത് ആർട്ടമിസ് അക്കോർഡ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാംസിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന US ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുള്ള ഈ വൈപ്പർ മിഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ വൈപ്പർ എന്ന് പറയുന്ന ലൂണാർ റോവറിനെ കുറിച്ചും, അതുപോലെ തന്നെ ഇന്ത്യയും ജപ്പാനും കൂടി സംയുക്തമായിട്ട് നടത്താൻ പോകുന്ന ലൂപ്പെക്സ് മിഷനെ കുറിച്ചും, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ISRO ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആർട്ടമിസ് അക്കോർഡിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ 3 ടോപ്പിക്കുകൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം വൈപ്പർ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, വൈപ്പർ അല്ലെങ്കിൽ വോളട്ടൈൽസ് ഇൻവെസ്റ്റിഗേഷൻ പോളാർ എക്സ്പ്ലോറേഷൻ റോവർ എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസ 2025-26 കാലഘട്ടത്തിലൊക്കെ ഈ ആർട്ടമിസ് പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമായിട്ട് മൂണിലേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂൺ റോവറാണ്. ഓക്കെ, മൂണിൽ ലാൻഡ് ചെയ്ത് അവിടെയുള്ള സൗത്ത് പോളിലുള്ള ചില മേഖലകളിലൊക്കെ വാട്ടറിന്റെ കണ്ടന്റ് ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂൺ റോവറാണ്. ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് റോബോട്ടിക് മൂൺ റോവർ ആണെന്നാണ് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് അമേരിക്ക മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റോബോട്ടിക് മൂൺ റോവർ ആണ് അമേരിക്കയുടെ കേസിൽ ഈ പറയുന്ന വൈപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന നാസയുടെ മറ്റൊരു റോവർ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു റിസോഴ്സ് പ്രോസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് 2018 ക്യാൻസൽ ചെയ്ത സമയത്ത് അതിന് പകരമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാൻസൽ ചെയ്ത പ്രൊജക്റ്റിന്റെ മുകളിൽ ഇവർ ബിൽഡ് ചെയ്തെടുത്ത ഒരു പ്രൊജക്റ്റാണ് ഈ വൈപ്പർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് 2024 ഈ കോസ്റ്റ് ഓവർ റൺസ് കാരണം, അതായത് ചെലവ് അധികമായതുകൊണ്ടും അതുപോലെ തന്നെ ഇവർ പ്ലാൻ ചെയ്ത രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടും ഉപേക്ഷിച്ച ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വൺസ് ഇത് മൂണിൽ ലാൻഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ മൂണിന്റെ സൗത്ത് പോളിനെ കുറിച്ച്, സൗത്ത് പോൾ റീജിയനിലായിരിക്കും ഇത് അതിന്റെ പര്യവേക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഈ മൂണിലെ പെർമനന്റ്ലി ഷാഡോഡ് ആയിട്ടുള്ള നിഴലിൽ പെട്ട് കിടക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കാനും അവിടെയുള്ള വാട്ടർ കണ്ടന്റിനെ കുറിച്ച്, എസ്പെഷ്യലി വാട്ടർ ഐസിന്റെ കണ്ടന്റിനെ കുറിച്ചൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തൊരു പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത് ലൂപ്പെക്സ് മിഷനാണ്. സോ ലൂപ്പെക്സ് അഥവാ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ISROയും ജപ്പാന്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ജാക്സയും കൂടി ജോയിന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ജോയിന്റ്ലി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ലൂണാർ മിഷനാണ്, അല്ലെങ്കിൽ ഒരു മൂൺ മിഷനാണ് ലൂപ്പെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇതിനകത്തുള്ളത് ഈ പറയുന്ന ഒരു ലാൻഡറും ഒരു റോവറുമാണ്. അപ്പോൾ ഈ പറയുന്ന കൊളാബറേഷനകത്ത് ജപ്പാന്റെ സൈഡിൽ നിന്ന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബേസിക്കലി ഇതിനുള്ള ലോഞ്ച് വെഹിക്കിളാണ് ഒന്ന്. അതായത് ജപ്പാന്റെ ജാക്സ് യൂസ് ചെയ്യുന്ന ഒരു H3 എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ഉണ്ട്, അത് ജപ്പാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുകൂടാതെ ഇതിന്റെ റോവറും ജപ്പാനായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മിഷന് വേണ്ടിയിട്ടുള്ള ലാൻഡർ, അതായത് നമ്മളിത് ഈ മിഷൻ ലോഞ്ച് ചെയ്ത് അത് ഈ പറയുന്ന മൂണിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന്
ഇത് മൂണിന്റെ സർഫസിലേക്ക് ഈ റോവർ ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു ലാൻഡർ വേണം. ഓക്കെ, ഈ പറയുന്ന റോവർ ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു ലാൻഡർ വേണം. അപ്പോൾ അത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ റോവർ ഉപയോഗിച്ചുകൊണ്ട് മൂണിന്റെ സദേൺ പോളാർ റീജിയനെ കുറിച്ചും അവിടെയുള്ള വാട്ടറിന്റെയും മറ്റുള്ള എലിമെന്റ്സിന്റെയും എസ്പെഷ്യലി സർഫസ് ഐസിന്റെ ഒക്കെ അല്ലെങ്കിൽ വാട്ടർ ഐസിന്റെ ഒക്കെ പ്രസൻസിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൂപ്പെക്സ് മിഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇത് 2025 ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പറയുന്നത് 2026 അല്ലെങ്കിൽ 2028 മുമ്പായിട്ടൊക്കെ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. എന്തായാലും ഇത് 2026 ശേഷമേ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ 2028 മുമ്പായിട്ട് ലോഞ്ച് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർട്ടമിസ് അക്കോർഡ്സിനെ കുറിച്ചാണ്. സോ അപ്പോൾ ആർട്ടമിസ് അക്കോർഡ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഗവൺമെന്റും അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാസയും മറ്റുള്ള രാജ്യങ്ങളിലെ ഗവൺമെന്റുകളും അല്ലെങ്കിൽ അവരുടെ സ്പേസ് ഏജൻസീസും തമ്മിൽ സൈൻ ചെയ്യുന്ന ഒരു നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ബൈലാറ്ററൽ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് ബേസിക്കലി ഈ അമേരിക്കയുമായിട്ട് ഈ ആർട്ടമിസ് അക്കോർഡ് സൈൻ ചെയ്യുന്ന രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് ചില സ്പേസ് പ്രോഗ്രാംസിൽ പരസ്പരം സഹകരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് മൂൺ മിഷൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മാർസ്, മറ്റുള്ള സെലസ്റ്റിയൽ ബോഡീസിലേക്കുള്ള മിഷൻസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടാം. ഇന്ത്യ ഇപ്പോൾ ആർട്ടമിസ് അക്കോർഡിനകത്തൊരു സിഗ്നേറ്ററി ആണെന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് മാർബർഗ് വൈറസിനെ കുറിച്ചാണ്. സോ ഈ മാർബർഗ് വൈറസുമായിട്ട് ബന്ധപ്പെട്ട് റുവാണ്ടയിൽ ഇതിന്റെ ഒരു ഔട്ട് ബ്രേക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർബർഗ് വൈറസ് അല്ലെങ്കിൽ ഈ വൈറസ് കാരണം വരുന്ന ഒരു ഡിസീസ് ആണ് മാർബർഗ് വൈറസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് മാർബർഗ് ഹെമറോജിക് ഫീവർ എന്നുള്ള പേരിലായിരുന്നു. അപ്പോൾ ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള പക്ഷെ ഒരു സിവിയർ ആയിട്ടുള്ള ഹെമറേജിക് ആയിട്ടുള്ള ഫീവർ ആണ്. അതായത് വലിയ രീതിയിലുള്ള ബ്ലഡ് ലോസ് വരാൻ സാധ്യതയുള്ള, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഫീവർ ആണ്. അപ്പോൾ ഇത് ബേസിക്കലി ഹ്യൂമൻസിനെയും അതായത് മനുഷ്യരെയും അതുപോലെ തന്നെ കുരങ്ങ് വർഗത്തിൽപ്പെടുന്ന പ്രൈമേറ്റ്സ് ആയിട്ടുള്ള ചില വിഭാഗങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് RNA വൈറസ് ആണെന്ന് മനസ്സിലാക്കുക. ഈ മാർബർഗ് വൈറസ് എന്ന് പറയുന്നത് ഇബോള വൈറസ് പോലെ തന്നെ ഒരു ഫിലോ വൈറസ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് വൈറസസ് ഉണ്ട്. അതിൽ പെടുന്ന ഒരു വൈറസ് ആണ് മാർബർഗ് വൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസിന് ഈ പേര് വരാനുള്ള കാരണം ജർമ്മൻ സിറ്റി ആയിട്ടുള്ള മാർബർഗിലാണ് ആദ്യമായിട്ട് ഈ വൈറസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അന്ന് ആഫ്രിക്കയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചില കുരങ്ങുകളിൽ നിന്ന് അവിടുത്തെ ലബോറട്ടറിയിലുള്ള വർക്കേഴ്സിന് ഈ പറയുന്ന വൈറൽ ഡിസീസ് വന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ഈ പറയുന്ന മാർബർഗ് വൈറസിന്റെ ഈ വൈറസ് ക്യാരി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇതിന്റെ റിസർവോയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാരിയേഴ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഫ്രൂട്ട് ബാറ്റുകളാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ വൈറസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ വൈറസ് വന്ന് ഈ പറയുന്ന മാർബർഗ് ഹെമറോജിക് ഫീവർ എന്ന് പറയുന്ന ഫീവർ വന്നു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് റെജീമോ അല്ലെങ്കിൽ വാക്സിനേഷനോ അവൈലബിൾ അല്ല. അത് മാത്രമല്ല ഇതിന്റെ ഫേറ്റാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. ഒരു 24 to 80% ആണ് ഇതിന്റെ ഫേറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓൺ ആൻ ആവറേജ് 50% ആണ് ഫേറ്റാലിറ്റി റേറ്റ്. അതായത് രണ്ടാൾക്കാർക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോകുന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഫേറ്റാലിറ്റി റേറ്റ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.